എഴുത്തുകാരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്തകളാണ് ഇപ്പൊ നമ്മൾ എവിടെയും കാണുന്നത്. അതേ തുടർന്നുള്ള ചർച്ചകളും. ആദ്യമേ കുട്ടി സൈബർ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നതുകൊണ്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന തരത്തിലുള്ള വാർത്തയായിരുന്നു വന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ അറിയുന്നത് കുട്ടിയുടെ ആൺ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തു. കുട്ടിയുടെ ആൺ സുഹൃത്തിനെതിരെ പോക്സോ നിയമപ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതിനും കുട്ടിക്ക് ആൺ സുഹൃത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നാണ്. ആ ഒരു വാർത്ത വന്നതിന്റെ താഴെ വന്ന കമന്റ്സ് കണ്ടിട്ട് ശരിക്കും എനിക്ക് അതിശയം തോന്നി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ പീഡനമാകും? കുട്ടിയുടെ സമ്മതപ്രകാരം ചെയ്ത സെക്ഷൽ റിലേഷൻഷിപ്പ് എങ്ങനെ പീഡനമാകും? കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുകയൊന്നും അല്ലല്ലോ ചെയ്തത്. ഇപ്പം വർക്കലയിൽ പ്രമോഷന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണല്ലോ പെൺകുട്ടി. അപ്പം എന്തോ പ്രമോഷന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു ചെന്ന് അവിടെ വെച്ച് പീഡനം നടന്നു, ആൺ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് പീഡനം നടന്നു, ഗർഭചിത്രം നടത്തിയതിന് ശേഷവും പീഡനം നടന്നു എന്നൊക്കെ എന്നുള്ള വാർത്തകളാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ പീഡനമാകുമെന്നാണ് ഒരു കൂട്ടം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് അതിശയം തോന്നി, ഇപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവില്ലേ എന്ന്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളോട് അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും നിയമപ്രകാരം കുട്ടികളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അവർക്ക് നേരെ വരുന്ന ലൈംഗിക ആക്രമണങ്ങൾക്കൊക്കെ നമ്മൾ പോക്സോ നിയമപ്രകാരം കേസെടുക്കും. 16 വയസ്സുള്ള പെൺകുട്ടിയോ 17 വയസ്സുള്ള പെൺകുട്ടിയുടെ സമ്മതപ്രകാരമാണ് ആ കുട്ടിയായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ചെയ്തത് എന്ന് പറയുന്നത് അത് സമ്മതമാക്കി എടുക്കത്തില്ല. അത് 18 വയസ്സ് തികയാത്തൊരു കുട്ടിയാണെങ്കിൽ അതൊരിക്കലും ആ കുട്ടിയുടെ സമ്മതമായിട്ട് എടുക്കത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടില്ലായിരുന്നു എന്നിട്ടാണ് ഇങ്ങനെ ഒരു പീഡനം ആരോപിക്കുന്നതെങ്കിൽ കുട്ടി പറയുകയാണ് എൻ്റെ സമ്മതപ്രകാരമാണ് അയാൾ ഞങ്ങൾ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് വന്നു എന്ന് പറഞ്ഞാലും അത് നിയമത്തിന് മുമ്പിൽ വില പോകില്ല. കുട്ടിക്ക് 18 വയസ്സിന് താഴെയാണെങ്കിൽ അത് പോക്സോ നിയമപ്രകാരം തന്നെ കേസ് എടുക്കും. ഇപ്പൊ കുറെ അധികം വാർത്തകൾ വീണ്ടും വരുന്നുണ്ട്. ആൺ സുഹൃത്തിന്റെ പല ഫ്രണ്ട്സും വന്ന് പറയുന്നുണ്ട് അവളായിട്ട് ആ പെൺകുട്ടിയായിട്ട് ഈ ബന്ധം അവസാനിപ്പിച്ചതാണ്, അല്ലാതെ അവൻ ഇട്ടിട്ട് പോയതല്ല എന്നൊക്കെ തരത്തിലും, അല്ലെങ്കിൽ പിന്നെ ഈ ആത്മഹത്യയിൽ ആൺ സുഹൃത്തിന് പങ്കില്ല എന്നൊക്കെ തരത്തിലുമുള്ള പല വാർത്തകൾ വരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ആ ആൺകുട്ടി ചെയ്തത് തെറ്റ് തന്നെയാണ്. 18 വയസ്സ് താഴെയുള്ള ഒരു വ്യക്തിയുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിന് സമ്മതത്തോടു കൂടിയാണെങ്കിലും പോകാൻ പാടില്ലായിരുന്നു. അത് തെറ്റ് തന്നെയാണ്. പക്ഷെ ആ ഒരു അറിവില്ലായ്മ കൊണ്ട് ഇപ്പൊ സംഭവിച്ചത് എന്താ നോക്കിയേ, ഒരാളുടെ ജീവിതം പോയി, ഒരാൾ ആത്മഹത്യ ചെയ്തു. ഇപ്പൊ ഞാൻ ആൺ സുഹൃത്തിന്റെ ആ ഒരു ഇത്രയൊക്കെ നിയമപ്രകാരം കേസെടുത്ത് തെളിയുകയാണെങ്കിൽ ആ കുട്ടിയുടെ ലൈഫും അതോടുകൂടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതൊന്നും അറിയില്ലാത്ത ആളുകളോടാണ്. ഈ പ്രണയം എന്നൊക്കെ പറയുന്ന ഈ പ്രായത്തിൽ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നിയില്ലെങ്കിലാണ് പ്രശ്നം ഉണ്ടാകുക. അപ്പൊ ഈ അട്രാക്ഷൻ തോന്നുന്നതൊക്കെ ആ ഒരു പ്രായത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യേണ്ടത് പേരൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒക്കെയാണ്. ഇവിടെയാണ് സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയുക, ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും പറയുക ഇന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ നമുക്ക് തോന്നുന്നത് സ്വാഭാവികമാണ്, അല്ലെങ്കിൽ ഇന്ന നിയമങ്ങളുണ്ട് ഇതിനെതിരെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മൾ ഒരു നല്ല രീതിയിൽ നമ്മൾ എന്താ പറയണ്ടേ, നമ്മൾ മനസ്സിലാക്കി വളർത്തുകയാണെങ്കിൽ ഒരിക്കലും കുട്ടികൾ വഴിമാറി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പേരന്റിങ്ങിൽ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരാൾ മരിച്ചതിന് ശേഷം ആ ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലേക്കൊന്നും ഞാൻ നീങ്ങുന്നില്ല. അത് നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പം പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്, കൂടുതൽ തെളിവുകളൊക്കെ വരാനുണ്ട്, അല്ലെങ്കിൽ സത്യാവസ്ഥ എന്ത് തന്നെയാണെങ്കിലും പുറത്തു വരട്ടെ. പക്ഷേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, 17 വയസ്സിൽ താഴെയുള്ളവർ, അല്ലെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള ഒരാളുടെ സമ്മതമൊന്നും സമ്മതമല്ല. പ്രണയമൊക്കെ എന്താ പറയണ്ടേ, ആ ഒരു പ്രണയമൊക്കെ നല്ലതാ. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ട് അതിര് കടന്നു പോകുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എല്ലാവരും ബോധവാന്മാരാകണം. അതുപോലെ തന്നെ ഒരു പ്രായം കഴിയും, നമുക്കൊരു പ്രായപൂർത്തിയൊക്കെ ആയി കഴിഞ്ഞിട്ട് പ്രണയിക്കാന്നേ. അതുവരെ നമുക്ക് നമ്മുടെ പഠനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പാഷൻ എന്താണെങ്കിലോ ആ രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു കരിയർ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. എന്ത് തന്നെയാണെങ്കിലും സത്യാവസ്ഥ പുറത്ത് വരട്ടെ. സെക്സ് എഡ്യൂക്കേഷൻ എന്ന ആ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കിയിട്ട് സ്കൂളുകളിൽ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ, പേരൻസും പറഞ്ഞു കൊടുക്കട്ടെ. ഇനി ഭാവിയിൽ ഇങ്ങനത്തെ കേസുകളൊന്നും ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ വിയോ.